വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദി ഫോളോയിങ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ്. ഫസ്റ്റ്, how many cells containing numbers only? Count the number of cells contain any value. Count the number of cells containing the value exceeding 1000. Count the number of cells containing no data. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ടേബിൾ പ്രകാരം എത്ര സെല്ലുകളിലാണ് നമ്പർ മാത്രം ഉള്ളത്, എത്ര സെല്ലുകളിലാണ് എന്തെങ്കിലും ഡാറ്റയായിട്ടുള്ളത്, എത്ര സെല്ലുകളിൽ 1000 എന്ന് പറയുന്ന എമൗണ്ടിൽ കൂടുതലായിട്ട് എത്ര സെല്ലുകളിലുണ്ട്, അതുപോലെ തന്നെ ഒന്നും ഇല്ലാത്ത സെല്ലുകൾ എത്രയുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫങ്ഷൻസ് പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ്? യെസ്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഈഫ് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ആ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം ലാബ് വർക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതും ഇതിൻ്റെ പ്രൊസീജിയറും നമുക്കിവിടെ കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1, ഓപ്പൺ ലിബ്രെ ഓഫീസ് കാൽക്ക്. ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് നേരത്തെ അറിയാം, ഓപ്പൺ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിബ്രെ ഓഫീസ് കാൽക്ക് ഫയൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ, ആ ടേബിൾ, അത് അതേപോലെ ആ ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. സെക്കൻഡ്, എൻ്റർ ദി ഡാറ്റ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഡാറ്റ, ആ ടേബിൾ അതേപോലെ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. A1 മുതൽ J2 വരെ അതിൻ്റെ ഡാറ്റകൾ ഉണ്ടാവും. ആ ഡാറ്റ അതേപോലെ ആ സെല്ലുകളിൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി ഇൻ സെൽ A4. A4 എന്ന് പറയുന്ന സെല്ലിൽ നമ്പർ മാത്രം എത്ര എണ്ണം സെല്ലുകളിലുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? യെസ്, ഈക്വൽ ടു കൗണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ ആ റേഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക, ഈക്വൽ ടു കൗണ്ട്, ബ്രാക്കറ്റിനകത്ത് ആ റേഞ്ച് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബ്രാക്കറ്റിനകത്ത് A1 J2 ആ റേഞ്ച് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒന്നുകിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റേഞ്ച് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ ഇൻ സെൽ A5. A5ൽ എന്തെങ്കിലും വിലയായിട്ട് എത്ര സെല്ലുകളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് ആൽഫബറ്റ് ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിട്ട് എൻ്റർ ചെയ്ത് എത്ര എണ്ണം സെല്ലുകളുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഈക്വൽ ടു കൗണ്ട് എ, നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ റേഞ്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് A5ൽ എൻ്റർ ചെയ്യാം, ഈക്വൽ ടു കൗണ്ട് എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആ റേഞ്ച് പൂർണ്ണമായിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, A1 J2 എന്ന് ടൈപ്പ് ചെയ്താലും മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ അവിടെ കാണിക്കും. നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് വാല്യൂസ് എക്സീഡിങ് 1000 ഇൻ സെൽ A6. 1000 എമൗണ്ടിൽ കൂടുതലായിട്ട് വരുന്ന എത്ര എണ്ണം സെല്ലുകളുണ്ട്. അപ്പോൾ എമൗണ്ട് കുറവായിരിക്കണം, അതിൽ 1000 എന്ന് പറയുന്ന ഡിജിറ്റിൽ കൂടുതലും ആയിരിക്കണം. അപ്പോൾ അത് കാണാനുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു കൗണ്ട് ഈഫ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഈക്വൽ ടു കൗണ്ട് ഈഫ്, ബ്രാക്കറ്റിനകത്ത് A1 J2, ഒന്നുകിൽ ആ സെല്ല് പൂർണ്ണമായിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക, കോമ, കോഡ്സിൽ ഗ്രേറ്റർ ദാൻ 1000, കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് A6 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുക. 1000 കൂടുതലുള്ള എത്ര എണ്ണം സെല്ലുകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു കൗണ്ട് ഈഫ്, ബ്രാക്കറ്റിനകത്ത് ആ റേഞ്ച്, പൂർണ്ണമായിട്ടുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റേഞ്ച് ടൈപ്പ് ചെയ്യുക, A1 J2, കോമ, കോഡ്സിൽ അതിൻ്റെ കണ്ടീഷൻ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ 1000, കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1000 ഉള്ള എത്ര എണ്ണം സെല്ലുകളുണ്ട് എന്നുള്ള ആൻസർ അവിടെ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് സിക്സ്ത്,
കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നോ ഡാറ്റ ഇൻ സെൽ A7. അതിൻ്റെ ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A1:J2. അപ്പോൾ അത് A7 എന്ന് പറയുന്ന സെല്ലിൽ ഡാറ്റ ഒന്നുമില്ലാത്ത എത്ര എണ്ണം സെല്ലുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോർമുല ഒക്കെ ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, സ്പേസ് ഒന്നും ഇല്ലാതെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, കൗണ്ട് ബ്ലാങ്ക് ഒറ്റ വേർഡാണ്, ബ്രാക്കറ്റിൽ A1:J2. ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ റേഞ്ച് പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുക A1:J2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എത്ര എണ്ണം സെല്ലുകളിൽ ഡാറ്റ ഒന്നുമില്ലാതെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എണ്ണം കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ പ്രാക്ടിക്കൽ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.